വെൽക്കം ടു മാഡിയ ക്ലാസ്സസ്. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചാപ്റ്റർ 5 ഫുഡ് ഫോർ ഹെൽത്ത് ആണ്. ഇതിന്റെ ആദ്യ ഭാഗം പാർട്ട് 1 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എവിടെ വെച്ചായിരുന്നു നിർത്തിയത്? അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സേ നോ ടു ജങ്ക് ഫുഡ്. There are some foods that are not healthy if we consume them regularly and in large quantities. ചില ഫുഡ് ഐറ്റംസ് ഉണ്ട്, അത് നമ്മൾ റെഗുലർ ആയിട്ടും കൂടുതലായിട്ടും കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഹെൽത്തി ആയിരിക്കില്ല, നമ്മുടെ ശരീരത്തിന് അത് നല്ലതായിരിക്കില്ല. They contain high amounts of oil. ആവശ്യത്തിൽ കൂടുതലായിട്ടുള്ള ഓയിൽ, സോൾട്ട്, ഷുഗർ എക്സെട്ര എന്നിവ അടങ്ങിയിരിക്കുന്നുണ്ടാകും ആ ഫുഡിൽ. These foods are known as junk food. ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഫുഡ് അല്ല, കുറേ ടൈപ്പ് ഓഫ് ഫുഡ് ഉണ്ട്. ഇതിലൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാളും കൂടുതലായിട്ട് ഓയിൽസും സോൾട്ടും ഷുഗറും പിന്നെ പല പല പ്രിസർവേറ്റീവ്സും ഒക്കെ അടങ്ങിയിരിക്കുന്നുണ്ടാവും. ഇത് ഡെയിലി ബേസിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, അതും ലാർജ് ക്വാണ്ടിറ്റി ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് അസുഖമുണ്ടാക്കും, നമുക്കത് ഹെൽത്തി ആയിരിക്കില്ല. A few examples of junk food are soft drinks. നമ്മൾ ബോട്ടിൽഡ് ആയിട്ടുള്ള കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഇല്ലേ, പെപ്സി, കൊക്കക്കോല, മിറിൻഡ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ ബ്രാൻഡ് നെയിംസ് ആണ്. എന്നാൽ അതുപോലെയുള്ള എല്ലാ ഡ്രിങ്ക്സും അത് ജങ്ക് ഫുഡ് ആണ്. ചിപ്സ്, ബ്രെഡ്, പക്കോട, ബർഗേഴ്സ്, പിസ്സ, ഓവർ പ്രോസസ്ഡ് പാക്കേജ്ഡ് ഫുഡ്, അങ്ങനെ ഈ തരത്തിലുള്ള ഫുഡുകളൊക്കെ ജങ്ക് ഫുഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഫ്രഷ് ഹോം കുക്ക്ഡ് ഫുഡ് ഇസ് ബെറ്റർ ദാൻ ഓവർ പ്രോസസ്ഡ് ഓർ പാക്കേജ്ഡ് ഫുഡ്. ഓവർ പ്രോസസ്ഡ് ആൻഡ് പാക്കേജ്ഡ് ഫുഡും ഫ്രഷ് ഫുഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഓവർ പ്രോസസ് ചെയ്യുമ്പോഴും പിന്നെ ഇത് പാക്കേജ്ഡ് ആവുന്ന സമയത്ത് കുറേ കാലത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി അതിൽ നിറയെ പ്രിസർവേറ്റീവ്സും മറ്റ് കെമിക്കൽസും ആഡ് ചെയ്യും. ഇതൊന്നും നമ്മുടെ ശരീരത്തിന് നല്ലതായിരിക്കില്ല. ഇങ്ങനെയുള്ള ജങ്ക് ഫുഡ് റെഗുലർ ആയിട്ട് കഴിക്കുന്നത് ശരിയാണോ? ഒരിക്കലുമല്ല. ഇവിടെ നിറയെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കൊതിയാവുന്നുണ്ടാവും. കാരണം നമുക്ക് ആർക്കായാലും കഴിക്കാൻ ഇഷ്ടമുള്ള ഫുഡായിരിക്കും ഇത്. പക്ഷെ ഓർക്കുക, ഇതൊക്കെ വൺസ് ഇൻ എ വൈൽ, എപ്പോഴെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം തീർക്കാൻ കഴിക്കുക എന്നല്ലാതെ ഒരിക്കലും ഈ തരത്തിലുള്ള ഫുഡ് റെഗുലർ ആയിട്ട് കഴിക്കാൻ പാടില്ല. Can you name a few more junk food items? ഇവിടെ കൊടുത്തിരിക്കുന്നതല്ലാതെ കുറച്ചുകൂടി ജങ്ക് ഐറ്റംസിന്റെ പേരൊക്കെ കൊടുക്കാൻ പറ്റുമോ? കുറെ ഉണ്ടല്ലേ. ന്യൂഡിൽസ്, ഫ്രഞ്ച് ഫ്രൈസ്, ഐസ്ക്രീംസ്, ചോക്ലേറ്റ്സ്, കേക്ക്സ്, പേസ്ട്രീസ്, കാൻഡീസ് ആൻഡ് ഇൻസ്റ്റന്റ് ന്യൂഡിൽസ്. ഇനിയുമുണ്ട്, ആലോചിച്ച് നിങ്ങൾ തന്നെ എഴുതുക. Why do you think we should avoid eating junk food? ഈ ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യണമെന്ന് പറയാൻ കാരണം എന്താണ്? We should avoid eating junk food because it contains too much oil, salt and sugar. It does not provide enough nutrients and make us unhealthy if eaten regularly. നമ്മൾ ഫുഡ് കഴിക്കുന്നതിന്റെ മെയിൻ കാര്യം എന്താണെന്ന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും കിട്ടണം. എന്നാൽ ഈ തരം ഫുഡുകളിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒന്നും ഉണ്ടാവില്ല. ഇത് തന്നെ നമ്മൾ എപ്പോഴും കഴിച്ചാൽ നമ്മുടെ വിശപ്പൊക്കെ മാറും, പക്ഷെ നമ്മുടെ ശരീരത്തിന് അസുഖം വരും, അല്ലെങ്കിൽ നമ്മൾ വീക്കായി പോവും, നമുക്ക് നല്ല എനർജി ഒന്നും കിട്ടാൻ പോകുന്നില്ല. List the junk food items that you will avoid. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. ഏതൊക്കെ ജങ്ക് ഫുഡ് നിങ്ങൾ ഇനി കഴിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇനി വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ കഴിക്കൂ എന്ന് തീരുമാനിച്ച് ഈ ഒരു സ്ഥലത്ത് ഫിൽ ചെയ്യാം. Make a food diary. Create a food diary of your daily routine for a week. Write down what you eat in a day for breakfast, lunch and dinner. An example is given. Expand the table for a week. ഇവിടെ day 1, day 2. Day 1 ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലി, സാമ്പാർ, ചട്നി. ലഞ്ചിന് എന്തായിരിക്കും കഴിക്കുക? മേ ബി റൈസ്, പിന്നെ തോരൻ, വേറെ എന്തെങ്കിലും കറി. നമുക്ക് ഇവിടെ ചിക്കൻ കൊടുക്കാം, ചിക്കൻ കറി. ഡിന്നറിനോ ചപ്പാത്തി, പിന്നെ സബ്ജി അല്ലെങ്കിൽ വെജിറ്റബിൾ കറി, വെജിറ്റബിൾ മേ ബി സ്റ്റ്യൂ. ഓക്കെ, അങ്ങനെ എന്താണ് നിങ്ങൾ കഴിക്കുന്നത് റെഗുലർ ആയിട്ട് എന്ന് ഒരു 7 ദിവസം അടുപ്പിച്ച് നിങ്ങൾ ഇങ്ങനെ ഡയറി എഴുതി നോക്കൂ.
അതിനുശേഷം നിങ്ങൾ ഈ ഫുഡിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി ഞാൻ എനർജി ഗിവിംഗ് ഫുഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ് കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്റെ ശരീരം നന്നായി വളരാനുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണോ, ഇനി എനിക്ക് അസുഖം വരാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ വൈറ്റമിൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് അത് നോക്കി നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങളുടെ ഡയറിയിൽ നിങ്ങൾ കഴിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഫുഡിനെ സർക്കിൾ ചെയ്യണം. അതുപോലെ ജങ്ക് ഫുഡിന്റെ അടുത്ത് ഒരു ക്രോസ് മാർക്കും കൊടുക്കണം. ഇനി ഐഡന്റിഫൈ ദ ഫുഡ് ഗ്രൂപ്പ്സ് മിസ്സിംഗ് ഇൻ യുവർ ഡെയിലി റുട്ടീൻ. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ടോ, ഇതിൽ ഏതാണ് നിങ്ങൾ കഴിക്കാത്തത്, അല്ലെങ്കിൽ ഏതാണ് ലെസ് ക്വാണ്ടിറ്റി നിങ്ങൾ കഴിച്ചിട്ടുള്ളത് എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ഡിസ്കസ് വിത്ത് യുവർ പേരൻസ് ഹൗ ദീസ് ഐറ്റംസ് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡെയിലി റുട്ടീൻ. ഇനി നിങ്ങൾ സ്ഥിരമായി പ്രോട്ടീൻ കഴിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പേരൻസിനോട് സംസാരിച്ച് പ്രോട്ടീനും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുന്നില്ലെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. എ ബാലൻസ്ഡ് ഫുഡ് പ്ലേറ്റ്. മുമ്പത്തെ വീഡിയോ എൻഡ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു ബാലൻസ്ഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താ, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും കൃത്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളാണ്. അതാണ് ബാലൻസ്ഡ് ഫുഡ് എന്ന് പറഞ്ഞ. A balanced plate includes food in the right quantities from all the three groups. നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ച 3 ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്? പ്രൊട്ടക്റ്റീവ് ഫുഡ്, എനർജി ഗിവിംഗ് ഫുഡ്, ബോഡി ബിൽഡിംഗ് ഫുഡ്. ഈ 3 ഫുഡിൽ നിന്നും കുറച്ച് റൈറ്റ് ക്വാണ്ടിറ്റി, കൃത്യമായ അളവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്ലേറ്റ്. ഓരോ സമയവും നമ്മൾ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം കഴിക്കാൻ എന്നാണ് പറയുന്നത്. അപ്പൊ ദിസ് ഹെൽപ് us keep healthy, active and happy. ബാലൻസ്ഡ് ഫുഡ് കഴിക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് this helps us keep healthy, active and happy. In India, every region has a special thali which includes different types of food items with a variety of taste and health benefits. Atul and his friends were excited to taste the food items of thali. അവിടെയുള്ള ഒരു സ്റ്റോളില് താലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റ് എന്നാണ് അർത്ഥം. താലി മീൽസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ആ ഒരു താലിയില് പല തരം ഫുഡ് ഐറ്റംസ് ഉണ്ടാകും, പല രുചികളിലായിരിക്കും. അതെല്ലാം നമുക്ക് ഒരുമിച്ച് ഒരു കോമ്പിനേഷൻ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഫുഡായിരിക്കും. അപ്പൊ അതിലും ഫ്രണ്ട്സും കൂടി താലി കഴിക്കാൻ പോവാണ്. ഫൈൻഡ് ഔട്ട് എ ഫുഡ് താലി ഫ്രം യുവർ റീജിയൻ ആൻഡ് ലിസ്റ്റ് ഇറ്റ്സ് ഫുഡ് ഐറ്റംസ്. നമുക്കിപ്പോ ആദ്യം കേരളത്തിൽ നോക്കാം. കേരളത്തില് അങ്ങനെ ഒരു താലി ഉണ്ട്. എന്താണത്? യെസ്, ഓണത്തിനും വിഷുവിനും ഒക്കെ നമ്മൾ കഴിക്കുന്ന സദ്യയാണത്. കേരള താലിയിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? റൈസ് ഉണ്ടാകും, സാമ്പാർ, അവിയൽ, തോരൻ, പപ്പടം, പിക്കിൾ, കേർഡ്, പായസം. അല്ലെ? ഇപ്പൊ തന്നെ എത്ര രുചികളായി! എരിവായി, പുളിയായി, മധുരമായി, ചവർപ്പായി, അങ്ങനെ പലതരം രുചികളും അതുപോലെ പല ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്ന ഫുഡുമാണിത്. ഇതുപോലെ നിങ്ങൾക്ക് വേറെ ഏതൊക്കെ താലി അറിയാം? തമിഴ്നാടു താലി, റൈസ്, സാമ്പാർ, രസം, പൊരിയൽ, കൂട്ട്, കറി, കേർഡ്, അപ്പലം, പായസം. ഇനി പഞ്ചാബ് താലി ആണെങ്കിലോ റോട്ടി, ദാൽ, ചോലെ, പനീർ കറി, ജീര റൈസ്, കേർഡ്, പിക്കിൾ, ഗുലാബ് ജാമുൻ ഒക്കെ അല്ലെ? അപ്പൊ ഇതിലും വെറൈറ്റി ഓഫ് ടേസ്റ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വാട്ടർ ഫോർ ഹെൽത്ത്. വാട്ടർ is also an important part of our diet. ഇതുവരെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ പറ്റി മാത്രമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വാട്ടർ. വാട്ടർ ഹെൽപ്സ് ഇൻ ഡൈജസ്റ്റിംഗ് ഫുഡ് ആൻഡ് ഇൻ കീപ്പിംഗ് അവർ സ്കിൻ ആൻഡ് ബോഡി ഹെൽത്തി. നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ആയിരിക്കുന്നതിനും നമ്മുടെ സ്കിന്നിനെയൊക്കെ നല്ല എനർജറ്റിക് ആയിരിക്കുന്നതിനും അതുപോലെ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാനും ഒക്കെ വെള്ളം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല, അത് വളരെ ഇമ്പോർട്ടന്റും കൂടിയാണ്. വാട്ടർ ഹെൽപ്സ് ഇൻ റിമൂവിംഗ് വേസ്റ്റ് ഫ്രം അവർ ബോഡി ത്രൂ യൂറിൻ, സ്വെറ്റ് ആൻഡ് ഫീസസ്. ഭക്ഷണത്തിൽ നിന്നുള്ള ന്യൂട്രിയൻസ് ഒക്കെ ശരീരം വലിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന വേസ്റ്റ് ഒക്കെ പുറന്തള്ളാൻ വാട്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ശരീരത്തിൽ നിന്ന് വേസ്റ്റ് പുറത്തേക്ക് പോകുന്ന 2-3 വഴികളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് യൂറിൻ. നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ആ വാട്ടറിന്റെ കൂടെ
ശരീരത്തിൽ ഉണ്ടാവുന്ന കുറച്ച് കെമിക്കൽ, നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കുറച്ച് കെമിക്കൽ പദാർത്ഥങ്ങളും കൂടി പോകും. അതുപോലെ സ്വെറ്റ്, നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപ്പ് വരില്ലേ, ആ വേർപ്പിലും നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത കുറേ പദാർത്ഥങ്ങൾ പുറത്തേക്ക് പോകും. ഫീസസ്, നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വേസ്റ്റ് കളയുന്ന സമയത്ത് അതിലും നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ വേസ്റ്റും പോകും. Additionally, eating water-rich fruits like watermelon and cucumber can also help maintain water in our body. വെള്ളം നേരിട്ട് കുടിക്കുന്നത് പോലെ തന്നെ കൂടുതൽ വെള്ളം അടങ്ങിയ ഫ്രൂട്ട്സ് ആയിട്ടുള്ള വാട്ടർമെലണും കുക്കുംബറും ഒക്കെ കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം കിട്ടാൻ സഹായിക്കും. Drinking sufficient water should be a part of our healthy habits. Different methods of cooking. Surabhi and her friends enjoyed eating different food items at the food festival. How these food were prepared? ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവർ ആലോചിക്കുന്നത്, ഈ ഭക്ഷണമൊക്കെ എങ്ങനെയായിരിക്കും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക, എങ്ങനെയൊക്കെ ആയിരിക്കും കുക്ക് ചെയ്തിട്ടുണ്ടാവുക. Identify different methods used to cook the food items given in the list below. One example is given for you. You can take help from your family members and add more items to the list. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മേന്റെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ ഒക്കെ ചോദിച്ചിട്ട് ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാൻ പറ്റും. പല പല മെത്തേഡ്സ് കാണിച്ചിരിക്കുകയാണ് കുക്കിങ്ങിന്റെ. ഒന്ന് സ്റ്റീമിങ്. സ്റ്റീമിങ് എന്ന് പറഞ്ഞാൽ വെള്ളം ചൂടാക്കി തിളപ്പിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് സ്റ്റീം വരും മുകളിലേക്ക്. ആ സ്റ്റീമിന് നല്ല ചൂടുണ്ടാവും. അപ്പോൾ ആ സ്റ്റീമിന്റെ വഴിയിൽ ഇതുപോലെ ഫുഡ് ഐറ്റംസ് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ വരുന്ന സ്റ്റീമിന്റെ ചൂട് കൊണ്ടാണ് ആ ഫുഡ് പാകമായിട്ട് മാറുന്നത്, അത് കുക്ക്ഡ് ആയിട്ട് മാറുന്നത്. ഡയറക്റ്റ് ആയിട്ട് അതിനെ ഹീറ്റ് ചെയ്യാതെ സ്റ്റീം ഉപയോഗിച്ച് ഹീറ്റ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഭക്ഷണത്തിനെയാണ് സ്റ്റീമിംഗ് എന്ന് പറയാം. ഇനി ഫ്രൈയിങ്, നമുക്കറിയാം ഫ്രൈയിങ് പാനിലൊക്കെ വെച്ച് ഓയിലൊക്കെ ഒഴിച്ച് അതിൽ ഫ്രൈ ചെയ്തെടുക്കുക, അതാണ് ഫ്രൈയിങ്. ഗ്രില്ലിംഗ്, ഗ്രിൽ ചിക്കനൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടാവും അല്ലേ. ഈ ചാർക്കോള് അല്ലെങ്കിൽ കനലൊക്കെ ഇല്ലേ, ചിരട്ടയൊക്കെ കത്തിച്ചിട്ടുള്ള കനലും മറ്റു വുഡിന്റെ പീസസ് ഒക്കെ കത്തിച്ചിട്ടുള്ള കനലും, ആ കനലിൽ നിന്ന് വരുന്ന ചൂടിന്റെ മുകളിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുന്നതിനെയാണ് ഗ്രില്ലിംഗ് എന്ന് പറയുക. ബേക്കിംഗ്, അവനുള്ളിലൊക്കെ വെച്ച് പ്രത്യേക രീതിയിൽ ടെമ്പറേച്ചർ കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കും ഫുഡ്, അതാണ് ബേക്കിംഗ്. ബോയിലിംഗ്, വെള്ളത്തിലേക്ക് നേരിട്ട് ആഡ് ചെയ്തിട്ട് അതിനെ ചൂടാക്കുന്നതാണ് ബോയിലിംഗ്. പിന്നെ റോസ്റ്റിംഗ്, OTGയോ അല്ലെങ്കിൽ അവനൊക്കെ ഉപയോഗിച്ചിട്ട് ഭക്ഷണത്തിനെ റോസ്റ്റ് ചെയ്യുക. ഇതൊക്കെ ഓരോ മെത്തേഡ് ഓഫ് കുക്കിംഗ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ നോക്കിയേ. ഇഡ്ലി, ഇഡ്ലി എങ്ങനെയാ ഉണ്ടാക്കുക? ഇഡ്ലി ഉണ്ടാക്കുന്ന മെത്തേഡാണ് സ്റ്റീമിംഗ്, സ്റ്റീമിംഗ് ആണ്. ഇനി ദോശ, ദോശ എങ്ങനെയാ ഉണ്ടാക്കുക? ദോശ നമ്മൾ ഫ്രൈയിങ് പാനിൽ വെച്ചിട്ട് കുറെ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, പക്ഷെ ഫ്രൈയിങ് പാൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ടാണ് ദോശ ഉണ്ടാക്കുക. റൈസ് ആണെങ്കിലോ, റൈസ് ബോയിൽ ചെയ്യാണ്, വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കുകയാണ് ചെയ്യുക. അപ്പൊ ബോയിലിംഗ് ആണ് റൈസ്. സാമ്പാർ ആണെങ്കിലോ, സാമ്പാറും ബോയിലിംഗ് ആണ്, വെള്ളത്തിൽ കുറെ പച്ചക്കറികളും മസാലയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. പപ്പടം എങ്ങനെയാ ചെയ്യുന്നത്? കുറെ വെളിച്ചെണ്ണ എടുക്കും, അതിലേക്ക് പപ്പടം ഇടും, അങ്ങനെ ഫ്രൈ ചെയ്താണ് പപ്പടം ഉണ്ടാക്കുക. ഹീർ, പായസം, പായസം എങ്ങനെയാ ഉണ്ടാക്കുക? അത് ബോയിലിംഗ് ആണ്. സമോസ ഫ്രൈയിങ് ആണ്. പേട, ചില പേടകളൊക്കെ അത് റോസ്റ്റിംഗ് ആണ്. ഗുലാബ് ജാമുൻ ഫ്രൈയിങ് ഉണ്ടാക്കും, അതിനുശേഷം ഫ്രൈ ചെയ്തിരിക്കുന്ന ഉണ്ട ആ ഒരു പഞ്ചസാര ലായനിയിലിട്ട് സോക്ക് ചെയ്ത് വെക്കും അല്ലേ. ഇതുപോലെ മെത്തേഡ്സ് ഓഫ് കുക്കിംഗ്, ഈ ഓരോ മെത്തേഡിലും കുക്ക് ചെയ്യുന്ന ഒന്നോ രണ്ടോ ഫുഡ് ഐറ്റംസ് നിങ്ങൾ കണ്ടുപിടിക്കുക. There are also some food items such as fruit chaat, vegetable salads, etc. that can be eaten without cooking. കുക്ക് ചെയ്യാതെ തന്നെ കഴിക്കാവുന്ന പലതരം ഫുഡ് ഉണ്ട്. ഫ്രൂട്ട് ചാട്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് ഇതിൽ ചാട്ട് മസാല ഒക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കാം. അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ പച്ചയ്ക്ക് തന്നെ മുറിച്ച് കഴിക്കുന്നതാണ് വെജിറ്റബിൾ സാലഡ്സ്. ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ കുക്ക് ചെയ്യണ്ടാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വേറെ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഉണ്ട്? Do you know? A chef is a professional cook who is called in all aspects of food preparation. The term chef in French means the director or head of the kitchen. ഫുഡ് ഉണ്ടാക്കുന്ന ആളെയാണ് ഷെഫ് എന്ന് വിളിക്കുന്നത്. ഫുഡ് ഉണ്ടാക്കുക മാത്രമല്ല,
അത് മൊത്തമായിട്ട് ഡിസൈൻ ചെയ്യുന്നതും ഇത് സെർവ് ചെയ്യുന്നതും അങ്ങനെ ഫുഡ് ആയി വന്ന് അത് നമ്മൾ കഴിക്കുന്നത് വരെയുള്ള എല്ലാ ആസ്പെക്ട്സിലും നല്ല അറിവുള്ള ഒരാളാണ് ഷെഫ്. ഡിസ്കസ്. ഡു യു ഹെൽപ്പ് ഇൻ കുക്കിംഗ് അറ്റ് ഹോം? നിങ്ങൾ നിങ്ങളുടെ വീട്ടില് അമ്മയോ അച്ഛനോ ആരാ കുക്ക് ചെയ്യുന്നത് അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് എഴുതണം, ഇല്ലെങ്കിൽ നോ എന്ന് എഴുതണം. ആക്ച്വലി ദ ആൻസർ ഷുഡ് ബി യെസ്. അപ്പോ ഇതുവരെ നിങ്ങൾ കുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാത്തവരാണെങ്കിൽ ഇന്ന് മുതൽ പോയി ഹെൽപ്പ് ചെയ്യണം. അതിനുശേഷം യെസ് എന്ന് എഴുതി തുടങ്ങും. ഡു യു തിങ്ക് ഓൾ ഫാമിലി മെമ്പേഴ്സ് ഷുഡ് നോ ഹൗ ടു കുക്ക്? വൈ? നിങ്ങളുടെ വീട്ടിൽ ആരാ കുക്ക് ചെയ്യുന്നത്? ഒന്നുകിൽ അമ്മയായിരിക്കും, അല്ലെങ്കിൽ അച്ഛനായിരിക്കും, അല്ലെങ്കിൽ അമ്മൂമ്മയായിരിക്കും, അപ്പൂപ്പനായിരിക്കും ഒക്കെ അല്ലേ? അപ്പോ ഓരോ ആളുടെ മാത്രം ജോലിയാണ് കുക്കിംഗ്, അല്ലെങ്കിൽ എല്ലാവരും പഠിക്കേണ്ട ജോലിയാണോ കുക്കിംഗ്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കുക്കിംഗ് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാ അത്? അതൊരു ലൈഫ് സ്കില്ലാണ്. നമ്മൾ ഒറ്റയ്ക്കാവുന്ന സമയത്ത്, നിങ്ങളിപ്പോ കൊച്ചു കുട്ടികളാണ്, നിങ്ങൾ വലിയ കുട്ടികളായിട്ട് പഠിക്കാനൊക്കെ പോകുന്ന സമയത്തും അല്ലെങ്കിൽ ഒരു അഡൽട്ട് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ എന്താ ചെയ്യാ? ഡെയിലി പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കേണ്ടി വരും. അതുപോലെ നേരത്തെ പറഞ്ഞ അവോയ്ഡ് ചെയ്യേണ്ട ജങ്ക് ഫുഡ് കഴിക്കേണ്ടി വരും. അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹെൽത്തി ആയിരിക്കുമോ? അല്ല. അപ്പൊ ഹെൽത്തി ആയിരിക്കണമെങ്കിൽ നല്ല ഹെൽത്തി ഫുഡ് നിങ്ങൾ സ്വയം പ്രിപ്പയർ ചെയ്ത് വേണം ഫ്രഷ് ആയിട്ട് കഴിക്കാൻ. അത് പ്രിപ്പയർ ചെയ്ത് കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കില്ല് വേണ്ടേ? അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ ചെറിയ ചെറിയ രീതിയിൽ ഫുഡൊക്കെ കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. ഇനി നിങ്ങൾക്ക് പൂർണ്ണമായി അറിയാത്ത കാര്യങ്ങളിൽ നിങ്ങളുടെ പേരൻസിനെയൊക്കെ ഹെൽപ്പ് ചെയ്ത് പഠിക്കണം. ഓക്കെ? അപ്പൊ കുക്കിംഗ് എല്ലാവരും ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. Do you know we can cook food in a solar cooker by using sunlight instead of using fire from gas stove or heat produced by electricity. It does not pollute the environment by producing any smoke or ash. നിങ്ങൾ വീട്ടില് ഫുഡ് കുക്ക് ചെയ്യുന്നത് എന്തുപയോഗിച്ചാണ്? എന്തുപയോഗിച്ച് ഇൻ ദ സെൻസ് എന്തിലാണ്? സ്റ്റൗവിലാണോ, ഇലക്ട്രിക് സ്റ്റൗവിലാണോ, ഗ്യാസ് സ്റ്റൗവിലാണോ, അല്ലെങ്കിൽ കെറോസിൻ ഒക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന സ്റ്റൗവിലാണോ? പലതരം ഫുഡ് ഉണ്ടാക്കുന്ന ഉപകരണങ്ങളുണ്ട് അല്ലേ? ഇനി ഓവൻ ഉണ്ട്, OTG ഉണ്ട്, പിന്നെ എയർ ഫ്രയർ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കുക്കറാണ് സോളാർ കുക്കർ. ഈ സോളാർ കുക്കറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിന് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫ്യൂലും കൊടുക്കണ്ട. ഇത് സൺലൈറ്റ് ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റി. ഫുഡ് ചാലഞ്ച്. Materials: old magazine, newspaper, scissors, glues and blank sheet of paper. Cut out the pictures of food items and create a collage with 3 sections: energy giving food, body building food and protective. ഇപ്പൊ നമ്മൾ 3 തരം ഫുഡിനെ പറ്റി പഠിച്ചു. ഓരോ ഹെഡിങ്ങിന്റെ അടിയിലും പലതരം ഫുഡ് ഐറ്റംസിന്റെ ചിത്രങ്ങൾ നിങ്ങൾക്ക് വെട്ടിയൊട്ടിക്കണം. പഴയ മാഗസിൻസും ന്യൂസ് പേപ്പറും ഒക്കെ ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾ ഇത് സ്വന്തമായിട്ട് ചെയ്യില്ലേ? ഒരു സാമ്പിൾ ഇവിടെ കാണിക്കാം. ഇതുപോലെ എനർജി ഗിവിംഗ് ഫുഡ്, ബോഡി ബിൽഡിംഗ് ഫുഡ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്, ഇങ്ങനെയുള്ള പിക്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് മാഗസിനിൽ നിന്ന് വെട്ടി ഒട്ടിക്കാം. അപ്പൊ ഇത് വെറുതെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. നല്ല ഭംഗിയിൽ നല്ല എസ്തെറ്റിക് ആയിട്ട് വേണം നിങ്ങൾ അറേഞ്ച് ചെയ്യാൻ. ചെക്ക് ദ ലേബൽ. At home, pick up any one packed food items from your kitchen. Check the label and note down the expiry date and also 2 main ingredients. നിങ്ങളുടെ വീട്ടിൽ ഉള്ള ഏതെങ്കിലും ഒരു ഫുഡ് പാക്കറ്റ് എടുക്കുക, എന്നിട്ട് അതിന്റെ ബാക്കിൽ നോക്കുക ഈ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഏതൊക്കെ 2 ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കുറെ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും. എന്ത് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഫുഡ്? ഇപ്പൊ പീനട്ട്, ഫ്രൈഡ് പീനട്ട് ആണ് ബോക്സിൽ എന്ന് വിചാരിക്കുക. പീനട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അതിലിട്ട മസാല ഉണ്ട്, ഇത് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവുക. ഇനി അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സ്പയറി ഡേറ്റ്. ബെസ്റ്റ് ബിഫോർ ഈ ഒരു ഡേറ്റ് തന്നിട്ടുണ്ടാവും. ആ സമയത്തിന്റെ ഉള്ളിൽ വേണം നമ്മൾ അത് ഉപയോഗിച്ച് തീർക്കാൻ. എന്തുകൊണ്ടാ? അതിനുശേഷം ഈ ഫുഡ് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് അപകടമാണ്. അപ്പൊ ഫുഡ് ഉണ്ടാക്കുന്ന, ഇങ്ങനെ ഫുഡ് നമുക്ക് ഉണ്ടാക്കി മാർക്കറ്റിൽ വിൽക്കാൻ വെക്കുന്ന എല്ലാ കമ്പനികളും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവരുടെ ഫുഡ് എന്ന് വരെ ആളുകൾ ഉപയോഗിക്കാം എന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ നോക്കുക, അയ്യോ ഇന്നത്തെ ഡേറ്റ് അല്ലല്ലോ, ഒരാഴ്ച മുമ്പത്തെ ഡേറ്റ് ആണല്ലോ,
നിങ്ങൾക്ക് ആ ഫുഡ് ഇന്ന് കഴിക്കാൻ പാടുണ്ടോ? നെവർ എവർ ഡു ദാറ്റ്. അങ്ങനെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഫുഡ് തീർച്ചയായും കളഞ്ഞിരിക്കണം. അതൊരിക്കലും കഴിക്കാൻ പാടില്ല. അത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം. Why is it important to check labels before buying or eating packaged food items? ഈ ലേബിൾസ് എന്തുകൊണ്ടാണ് ചെക്ക് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ്? നിങ്ങൾ അറിയാതൊരു ഫുഡ് ഐറ്റം വാങ്ങി, അതിന്റെ എക്സ്പയറി ഡേറ്റ് ഓൾറെഡി കഴിഞ്ഞു പോയി. നിങ്ങൾ ആ സാധനം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നിട്ട് അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് വിചാരിക്കണ്ടേ? അപ്പൊ അതിനേക്കാളും മുമ്പേ സാധനങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ലേബൽ ചെക്ക് ചെയ്യണം. പിന്നെ അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിരിക്കുന്നത്, നിങ്ങൾക്ക് അലർജിക് ആണോ, അതോ നിങ്ങളുടെ ശരീരത്തിന് ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഫുഡാണോ എന്നൊക്കെ ചെക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പോ എന്തിനാണ് അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യം? ഇറ്റ് ഹെൽപ്സ് us to know the expiry date and avoid spoiled food. ചീത്തയായ ഫുഡ് വാങ്ങിക്കാതിരിക്കാൻ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ it tells us the ingredients so we can avoid food that may cause allergies. It provides nutrition information, helping us choose healthier food. It ensures the food is safe and suitable to eat. Organize a food festival. Students may bring homemade food and organize a food festival at school. Parents may be encouraged to participate in the food festival. ഈ ചാപ്റ്ററിൽ കണ്ടതുപോലെ നിങ്ങളും നിങ്ങളുടെ സ്കൂളിൽ ഒരു ഫുഡ് ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്യാം. Find and circle. Circle the word related to food in the grid below. One example is given for you. ഇവിടെ തന്നിരിക്കുന്ന ഈ വേർഡ് പസിലില് ഭക്ഷണവും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പൊട്ടറ്റോ എക്സാമ്പിൾ is already given for you. അപ്പോ ഇതുപോലെ ബാക്കിയുള്ള ഐറ്റംസ് നിങ്ങൾ കണ്ടുപിടിക്കുക. ഒരു 2-3 എണ്ണം നമുക്ക് ഇവിടെ നോക്കാം. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്ന പേരുകളും അല്ലെങ്കിൽ എത്ര പേരുകൾ കിട്ടി എന്നുള്ളതും കമന്റിൽ എന്നെ അറിയിക്കുക. ബാജ്ര, മാംഗോ, ബീൻ, ആംല, എഗ്, ഉപ്മ. ഇനിയും നിറയെ ഉണ്ട്, അത് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. അപ്പൊ നമ്മുടെ ചാപ്റ്റർ 5 ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഫുഡിനെ പറ്റിയും ഫുഡിലെ ന്യൂട്രിയൻസിനെ പറ്റിയും ഭക്ഷണമൊക്കെ കൃത്യമായി കഴിക്കേണ്ടതിനെ പറ്റിയും ഒക്കെ നിങ്ങൾക്കൊരു ബേസ് ഐഡിയ ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.